പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഈ സ്ഥലത്തിലെ ഇന്നത്തെ മത്സരത്തിൽ ജംഷഡ്പൂർ എഫ്സിയും അതുപോലെ തന്നെ ബംഗളൂരു എഫ്സിയും തമ്മിലുള്ള വാശിയേറിയ പോരാട്ടമായിരുന്നു നടന്നത്. പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ ഇന്നത്തെ മത്സരത്തിൽ ബംഗളൂരുവിന് ഒരു വിജയം അനിവാര്യമായിരുന്നു. എന്നാൽ അവരുടെ ഹോം മത്സരത്തിൽ അവർ ഒരു വമ്പൻ തിരിച്ചുവരവാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് ഇപ്പോൾ ജംഷഡ്പൂർ എഫ്സിയെ ഇപ്പോൾ ബംഗളൂരു എഫ്സിയെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വിശദമായി പരിശോധിക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് അല്ല. അതുകൊണ്ട് തന്നെ ദയവായി എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയുടെ തന്നെ കിടക്കാം. എന്നാലും പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്താൻ ഇന്നത്തെ മത്സരത്തിൽ ബംഗളൂരു എഫ്സിക്ക് ഒരു വിജയം അനിവാര്യമായിരുന്നു. എന്നാലും അവർ ഇന്ന് വിജയിച്ചു കയറിയിട്ടുണ്ട്. ജംഷഡ്പൂർ എഫ്സിയെ എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും അവർക്ക് ഇന്നത്തെ മത്സരത്തിൽ 4 ഗോളുകൾക്ക് അവർ വിജയിച്ചേനെ. എന്നാൽ സുനിൽ ഛേത്രി ഒരു പെനാൽറ്റി പാഴാക്കിയിരുന്നു. അതുകൊണ്ടാണ് അവർ 3-0 വിജയിച്ചത്. ആ പെനാൽറ്റി കൂടി ലക്ഷ്യത്തിലേക്ക് എത്തിയിരുന്നുവെങ്കിൽ അവർ ഇന്നത്തെ മത്സരത്തിൽ 4-0 എന്ന വലിയൊരു സ്കോറിൽ തന്നെ വിജയിച്ചു കയറിയാണ്. എന്തായാലും അവർക്ക് വേണ്ടി ഇന്നത്തെ മത്സരത്തിൽ ആൽബർട്ടോ നുഗ്വേറ ഇരട്ട ഗോളുകൾ നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എഡ്ഗർ മെൻഡസ് എന്ന് പറയുന്ന അവരുടെ വിദേശ താരം ഇന്നത്തെ മത്സരത്തിൽ 1 ഗോളും അവർക്ക് വേണ്ടി നേടിയിട്ടുണ്ട്. എന്തായാലും 2 വിദേശ താരങ്ങളുടെ ഗോളുകളിലാണ് ഇന്നത്തെ മത്സരത്തിൽ ബംഗളൂരു എഫ്സി വിജയിച്ചു കയറിയിരിക്കുന്നത്. എന്തായാലും സുനിൽ ഛേത്രി ഒരു പെനാൽറ്റിയും പാഴാക്കിയിരുന്നു. എന്തായാലും ഈ വിജയത്തോടു കൂടി ഇപ്പോൾ ബംഗളൂരു എഫ്സി 4ാം സ്ഥാനത്തേക്ക് കയറി വന്നിട്ടുണ്ട്. അവർക്കിപ്പോൾ നിലവിലുള്ളത് 31 പോയിന്റാണ്. മുംബൈക്കും 31 പോയിന്റ് ഉണ്ട്. എന്നാൽ ഗോൾ ഡിഫറൻസിന്റെ വ്യത്യാസത്തിലാണ് ഇപ്പോൾ ബംഗളൂരു എഫ്സി ഇപ്പോൾ 4ാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇന്നത്തെ മത്സരത്തിൽ വിജയിച്ചിരുന്നെങ്കിൽ ജംഷഡ്പൂരിന് ഗോവയെ മറികടന്നുകൊണ്ട് 2ാം സ്ഥാനത്തേക്ക് കയറി വരാമായിരുന്നു. എന്നാൽ ജംഷഡ്പൂർ ഒരു പരാജയമാണ് ഇപ്പോൾ നിലവിൽ ഏറ്റുവാങ്ങിയിരിക്കുന്നത്. എന്നാൽ നിർണായക മത്സരത്തിൽ ഒരു വമ്പൻ വിജയം തന്നെ ഇപ്പോൾ ബംഗളൂരു എഫ്സി സ്വന്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ പോയിന്റ് ടേബിൾ പരിശോധിക്കുകയാണെങ്കിൽ നിലവിൽ 1ാം സ്ഥാനത്ത് മോഹൻ ബഗാൻ തന്നെയാണ് 46 പോയിന്റുമായി. അവർ പ്ലേ ഓഫ് ഉറപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2ാം സ്ഥാനത്ത് ഗോവയുണ്ട് 36 പോയിന്റുമായി. അതുപോലെ തന്നെ 3ാം സ്ഥാനത്ത് ജംഷഡ്പൂർ എഫ്സി ഉണ്ട് 34 പോയിന്റുമായി. അതുപോലെ തന്നെ ഇന്ന് വിജയിച്ച ബംഗളൂരു എഫ്സി 31 പോയിന്റുമായി 4ാം സ്ഥാനത്ത്. അതുപോലെ തന്നെ 5ാം സ്ഥാനത്ത് നിലവിൽ മുംബൈ സിറ്റിയാണ് 31 പോയിന്റുമായി. അതുപോലെ തന്നെ 6ാം സ്ഥാനത്ത് നോർത്ത് ഈസ്റ്റ് ആണ് നിലവിലുള്ളത് 29 പോയിന്റുമായി. അതുപോലെ തന്നെ 7ാം സ്ഥാനത്ത് ഒഡീഷയാണ് 25 പോയിന്റുമായി. 8ാം സ്ഥാനത്ത് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് 24 പോയിന്റുമായി. അതുപോലെ തന്നെ 9ാം സ്ഥാനത്ത് പഞ്ചാബ് 23 പോയിന്റുമായി. 10ാം സ്ഥാനത്ത് ചെന്നൈ ആണ്, അവർക്ക് 21 പോയിന്റാണ്. അതുപോലെ തന്നെ 11ാമത് ഈസ്റ്റ് ബംഗാൾ 18 പോയിന്റുമായി. 12ാമത് ഹൈദരാബാദ് 16 പോയിന്റുമായി. അതുപോലെ തന്നെ മുഹമ്മദൻ സ്പോർട്ടിംഗ് അവസാന സ്ഥാനത്ത്, അതായത് 13ാം സ്ഥാനത്താണ് 11 പോയിന്റുമായി. മുഹമ്മദൻ സ്പോർട്ടിംഗ് ഈ സീസണിൽ നിന്നും പുറത്തായിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ മികച്ചൊരു വിജയം തന്നെ ഇപ്പോൾ ബംഗളൂരു എഫ്സി നേടിയെടുത്തിട്ടുണ്ട്. കൂടാതെ അവർ പ്ലേ ഓഫ് സാധ്യതകളും ഇപ്പോൾ നിലനിർത്തിയിട്ടുണ്ട്.